വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ചപ്പാത്ത് ചെങ്കര റോഡിന്റെ നവീകരണം 4 മാസം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുന്നു. ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്ന് വാടൂർ സോമൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരണം നടക്കുന്നത്. അശാസ്ത്രീയ നിർമ്മാണമാണ് നടക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ചപ്പാത്തിൽ നിന്ന് ചെങ്കര വഴി കുമ്മിളിക്കും ശാന്തിപ്പാലത്ത് നിന്ന് തിരിഞ്ഞ് മ്ലാമല വഴി വണ്ടിപ്പെരിയാറിനും പോകാനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണ്. എന്നാൽ വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. ഇത് കാരണം ഇതുവഴി ഉണ്ടായിരുന്ന ബസ് സർവീസ് പോലും പ്രതിസന്ധിയിലായി. ചെറുവാഹനങ്ങളുടെ യാത്രയും ബുദ്ധിമുട്ടിലായി. ഇത് ഇടുക്കി വിഷൻ പലതവണ വാർത്ത ചെയ്തിരുന്നു. റോഡ് പൊതുമരാമത്ത് വകുപ്പിന് ഏറ്റെടുക്കണമെന്ന ആവശ്യവും വാർത്തയിൽ ഉയർന്നെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് എംഎൽഎ 50 ലക്ഷം രൂപ റോഡിന്റെ നവീകരണത്തിന് അനുവദിച്ചത്. സിമന്റ് പാലത്തിന് ശേഷം തകർന്നു കിടക്കുന്ന ഭാഗം നന്നാക്കാൻ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എംഎൽഎയുടെ ഫണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും ഐറിഷ് റോഡിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കാൻ കരാറുകാരനായത്. ഇതിന്റെ നിർമ്മാണത്തിലും വലിയ അഴിമതിയാണെന്നാണ് ആരോപണം ഉയരുന്നത്. 4-5 മാസത്തോളമായി വർക്ക് തുടങ്ങിയിട്ട് ഇതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായ ശേഷം ഉടനെ വർക്ക് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് മെറ്റീരിയലിലെ കാര്യങ്ങൾ എല്ലാം ഇറക്കിയിട്ടതല്ലാതെ ഐറിഷോട നമ്മൾ ഒരു കാരണവശാലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ടാറിങ് കഴിഞ്ഞ് ഐറിഷോട നിർമ്മിക്കുകയും അത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. പക്ഷേ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഐറിഷോട ചെയ്ത് കഴിഞ്ഞിട്ടാണ് ടാറിങ് എന്നാണ് പറയുന്നത്. ഈ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ടിട്ട് മാസങ്ങളായി. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും അദ്ദേഹം പറയുന്നത് നാളെ ഈ കേരള ലോട്ടറി പോലെ നാളെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസത്തോളമായി. ഇതിലെ 3-4 ബസ് സർവീസുകളുണ്ട്. ആ ബസ് സർവീസുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നാണ് ആ ബസ് സർവീസുകൾ ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നത്. ഇത് പുനരാരംഭിച്ചെങ്കിൽ പോലും ഈ 3 ദിവസം കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും ഈ റോഡ് അടച്ചിടുമെന്നാണ് പറയുന്നത്. ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറച്ചിലല്ലാതെ ഈ ഒരു കാര്യങ്ങളും ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല. അതുപോലെ ഈ ഐറിഷോട് ചെയ്തത് ഇപ്പോൾ ഐറിഷോട് ചപ്പാത്ത് മുതൽ മരുതൻപേട്ട വരെ ഐറിഷോട് ചെയ്തതിൽ വൻ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. ഒച്ചിന്റെ വേഗതയിലാണ് നിർമ്മാണം നടക്കുന്നതെന്നാണ് ആരോപണം. ചപ്പാത്ത് മുതൽ 2 കിലോമീറ്റർ ദൂരമാണ് എംഎൽഎ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ 4 മാസം കൊണ്ട് ഐറിഷ് റോഡ് മാത്രമാണ് നിർമ്മിച്ചത്. ടാറിങ്ങിനുള്ള സാധനങ്ങൾ റോഡരികിൽ ഇറക്കിയിട്ടത് ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു. ഉദ്യോഗസ്ഥരും കരാറുകാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് കരാറുകാരൻ മെല്ലെപ്പോക്ക് നയം തുടരാൻ കാരണമെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.